നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. 12/2/2026 വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 1:44 വരെയാണ് തൃക്കേട്ട നക്ഷത്രമുള്ളത്. അതിനുശേഷം മൂല നക്ഷത്രം തുടങ്ങുന്നു. തൃക്കേട്ട നക്ഷത്രം ഗണ്ടാന്ത ദോഷമുള്ള ഒരു നക്ഷത്രമാണ്. അവസാനത്തെ 15 നാഴിയാണ് ഗണ്ടാന്ത ദോഷമുള്ളത്. ഇനി ജനിക്കുന്ന കുട്ടികൾക്ക് ഈ ദോഷമുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കുന്നത് ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം മനസ്സിലാക്കാൻ. അതിനുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ മാസഫലമാണ് ഞാനിവിടെ പറയുന്നത്. രാശിയുടെ അവസാന ഭാഗയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമായതിനാൽ നിലയെ അനുസരിച്ച് ചില സവിശേഷ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം സമ്മിശ്രമാണ് ഈ പ്രാവശ്യത്തത്. അഷ്ടമ വ്യാഴത്തിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാമെങ്കിലും സ്വന്തം കഴിവിൽ മുന്നോട്ട് പോകുന്നവർക്ക് ഗുണം തന്നെ ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കേണ്ട സമയമാണ്. ജോലി സ്ഥലത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങളും സ്ഥാനമാറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നത് മൂലം മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. സഹപ്രവർത്തകരുമായുള്ള വാക്കുതർക്കം കഴിവതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യത കാണുന്നുണ്ട്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത ചില ചിലവുകളും വന്നേക്കാം. ഉദാഹരണമായി ദൂരെയുള്ള യാത്രകൾ, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശങ്ങൾ തേടുന്നത് നല്ലതായിരിക്കും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വിട്ടുവീഴ്ച ചെയ്യുന്നത് സമാധാനം നിലനിർത്താൻ കഴിയും. പങ്കാളിയുടെ ആരോഗ്യ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. കണ്ണ് അസ്ഥി സംബന്ധമായ രോഗം ഉള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം വിശ്രമവും അത്യാവശ്യമായിരിക്കും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ചെറിയ തമാശകൾ പോലും തെറ്റിദ്ധരിക്കാനുള്ള അവസരമുണ്ടായേക്കാം. അനുകൂല നിറം ചുവപ്പ് വെള്ളയാണ്. ഭാഗ്യസംഖ്യ 3/9 ദോഷപരിഹാരം തൃക്കേട്ട നക്ഷത്രക്കാരുടെ അധിപൻ ബുധനായതുകൊണ്ട് ഗണപതി ഭഗവാനെ വണങ്ങുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കും. ഇവിടെ പൊതുവായ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥ അനുസരിച്ച് ദശാകാലം ഏത് രീതിയിലാണ്, ഏത് ദശാകാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് അത് കൂടെ മനസ്സിലാക്കി വേണം ഫലം കൃത്യമായി മനസ്സിലാക്കാൻ. കാരണം മോശം ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ദോഷാനുഭവങ്ങൾ കൂടുതലായിരിക്കും. അതല്ല നല്ല ദശാകാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഗുണാനുഭവങ്ങൾക്ക് കൂടുതലുണ്ടാകും. ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി നല്ലതാണെങ്കിൽ ദോഷ ദശാകാലമാണെങ്കിൽ പോലും ഗുണങ്ങൾ ഉണ്ടായേക്കാം. അതെല്ലാം മോശസ്ഥിതിയാണെങ്കിൽ നല്ല ദശാകാലത്തും ദോഷങ്ങൾ അനുഭവിക്കാൻ ഇടവന്നേക്കാം. അപ്പോൾ കൃത്യമായി നിങ്ങൾ ഈ ജാതകം ഈ ഫലം കേൾക്കണം. സഹപ്രവർത്തകരുമായി സംസാരത്തിൽ കഴിവതും സംയമനം പാലിക്കുക. വരവിനേക്കാൾ ചിലവ് വരാനുള്ള മാസമാണിത്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചിലവ് നിയന്ത്രിക്കാം. ദൂരയാത്രകൾ, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയൊക്കെ വന്നേക്കാം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വിട്ടുവീഴ്ച ചെയ്യുന്നത് സമാധാനം നിലനിർത്താൻ സഹായിക്കും. പൊതുവായ ഫലങ്ങളാണ് പറയുന്നത്.